ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3 പേരും അടിച്ചു പൊളിക്കുന്നു. ഓക്കേടാ, നമ്മളെല്ലാം അടിച്ചു പൊളിക്കും. നീ അതിനെ നമ്മളെ വിളിച്ചിട്ട് കൂടെ ബിയറൊക്കെ കാണത്തില്ലേടാ? ബിയറൊന്നും മേടിച്ചില്ല. അതൊന്നും കുഴപ്പമില്ല, നമ്മളെന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പൊ ഇവൻ എന്ത് പറയുന്നത് നോക്കട്ടെ. ഇവിടെ മച്ചാൻ ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം. നമുക്ക് നീ പിന്നൊരു കാര്യം ചെയ്യണം, നമുക്കൊന്ന് ടി വിക്കകത്ത് ഗെയിം കളിക്കാനുള്ളതാണ്. ഗെയിം കളിക്കുന്നതായിരിക്കും. പിന്നെ കുറേ നേരം ഗെയിമൊക്കെ കളിക്കണ വേണം, അതൊന്നും ഇല്ലാതെ പറ്റത്തില്ല. ഓക്കെ ഓക്കേടാ, ഒരു കാര്യം ചെയ്താൽ ആരും കയറി വരണ്ട. നമുക്ക് ഇവിടെ ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ ആയിട്ടൊന്ന് ലോക്കാക്കട്ടാ. കയറലല്ലോ. ഓക്കെ, ഇവിടെ ഇനിയിപ്പോൾ അത് ലോക്കായിരിക്കും. കൊള്ളാം, ഇനി ചെയ്തത് നല്ല കാര്യമാണ്. ഓക്കേടാ, നമുക്ക് അകത്തോട്ട് കയറാം. വാടാ, എല്ലാവരും അകത്തോട്ട് പോകാം. നമുക്കപ്പോൾ പാർട്ടി അടിച്ചു പൊളിക്കണം. നമുക്ക് ഉടനെ പാർട്ടി തുടങ്ങണം. ഗ്യാരാജൊക്കെ നടക്കില്ലട്ടെ, നല്ല ഗ്യാരാജ് ഭയങ്കര ആൾക്കാരായിരിക്കും. ഓക്കെ, ഇത്ര ഗ്യാരാജ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടാ. ഓക്കേടാ, എല്ലാം എല്ലാ വാതിലൊക്കെ ക്ലോസ് ആക്കിയല്ലേ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റത്തുള്ളൂ. ആരും കയറി വന്ന് ചോദിക്കത്തതുമില്ല. അത് പറഞ്ഞത് ശരിയാടാ. ഓക്കേടാ, വാ നമുക്ക് അടിച്ചു പൊളിക്കാം. എനിക്ക് ഇപ്പോൾ അടിച്ചു പൊളിക്കാൻ എന്തായിരുന്നു എഴുതേണ്ടത്? ഓക്കെ, എടാ വാടാ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ. എടാ, അത് കുഴപ്പമില്ലടാ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ അബദ്ധമൊക്കെ പറ്റുന്നതാണ്. എൻ്റെ വീടിൻ്റെ പുതിയ സ്റ്റൈലായിരുന്നു. ഓക്കേടാ, ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓക്കേടാ, മേലോട്ട് വേണം, നമുക്ക് പാർട്ടി ചെയ്ത് അടിച്ചു പൊളിക്കാം. ഓക്കേടാ, കയറി വായില്ലാണോ? നിങ്ങളെന്താ മണ്ടക്കൂട്ട് വരാതിരിക്കണ്ട. അതൊക്കെ നീ നോക്ക്. അപ്പോൾ അകത്തോട്ട് വരുവാ, വാടാ. അവൻ എന്തോ പറ്റിയടാ, എന്തോ അവൻ വരുന്നില്ല. ഇവനെ കൊണ്ട് വലിയ ഇടങ്ങേറായി. ഓക്കെ, എടാ ഇങ്ങോട്ട് ഇറങ്ങി കമോൺ. ഓക്കെ, എല്ലാവരും വന്ന് കയറിക്കോയി. ഓക്കെ, ഇവിടെ നമ്മൾ പാർട്ടി നടത്താൻ പോകുന്നത്. 2 ഗെയിമിംഗ് ചെയറൊക്കെ ഉണ്ട്. നീ വേണമെങ്കിൽ ഗെയിമൊക്കെ കളിക്കും. ഓക്കെ, ഗെയിമൊക്കെ കളിച്ചടിച്ച് പൊളി. എടാ, ഞാനൊന്ന് സോഫ വെച്ചിട്ട് കിടന്നിട്ട് വരാം. സോഫയൊക്കെ കിടന്നു. ഞങ്ങളാണെങ്കിൽ കൂടെ ഗെയിം കളിക്കാം. നീ നല്ല കാര്യം. ഓക്കെ, ഞാൻ താഴെ സോഫയിൽ കാണാം. ഗെയിം കളിച്ച് ഞാൻ മടുത്ത്. എന്തോ ചെയ്യാനെന്ന് പറഞ്ഞാൽ കുറെ നേരമായിട്ട് ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കുക. ഇത്രയും നേരമായിട്ട് ഞാൻ ഗെയിമുകൾ നടത്തിയില്ല. എനിക്കാണെങ്കിൽ ഉറക്കവും തീരുന്നു. എടാ മോനെ, പെട്ടെന്ന് ചെയ്യടാ, കളിച്ചു തീരടാ. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കയറി കിടക്കാവുള്ളൂ. ഓക്കേടാ, ഞാൻ ഇനി കുറച്ച് നേരം കൂടെ നിങ്ങളെ കളിക്കാം. എനിക്ക് വയ്യ. എടാ, ഇടിയും മഴയൊക്കെ വിട്ടുന്നു. നീ ഒന്ന് പെട്ടെന്ന് നിർത്താൻ നോക്ക്. ഞാനാകെ മടുത്തടാ. അവൻ്റെ രക്ഷപ്പെട്ട് ഇത്ര നേരമായിട്ടാണ് എന്നെ കൊണ്ട് ഗെയിം കളിപ്പിക്കുമായിരുന്നു. ഈ ഹെഡ്സെറ്റ് പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മേടിച്ചാ. അവനെ തിരിച്ചുകൊണ്ട് കൊടുക്കണം. കുറച്ചു നേരം കഴിയുമ്പോൾ തിരിച്ചുകൊണ്ട് കൊടുക്കാം. ഞാൻ താഴോട്ടൊന്ന് ഇറങ്ങട്ട്. എടി പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. കുറച്ചേരം നീ ഇവിടെ നിൽക്കി. നീ കുറച്ചേരം ഇവിടെ ഒന്ന് നിൽക്കില്ല. ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറങ്ങിയിട്ട് വരാം. പിന്നെ നീ ഇവിടെ സൂക്ഷിച്ച് വേണം കേട്ടോ. നമ്മള് പോകുന്ന വഴിയിലൊക്കെ എന്തെങ്കിലും പറ്റൂരി നിൽക്കില്ല. നീ കുറെ നേരത്തെ നിൽപ്പുണ്ടല്ലോടാ. നീ ആരാടാ? നീ ഏതാ? ഇവൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്ത് ചെവിയൊക്കെ ആപ്പടിച്ച് വെച്ചിരിക്കുവാണോ? അത് പിന്നെ സാർ, ഞാനിവിടെ വന്നതാ. പിന്നെ സാർ, ഞാനാണെങ്കിൽ കുറേ നേരമായിട്ട് ഞാൻ കാര്യം ടീച്ചറെ പേരെന്തോ, ഞാനെന്തോ ഇവിടെ ചെയ്യേണ്ടതൊക്കെ ചോദിച്ചിട്ട് ടീച്ചറൊന്നും പറയുന്നില്ല. ഓക്കേടാ, നീ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരി. നീ നമുക്കൊന്ന് കയറിക്കിടന്ന് ഉറങ്ങണം. ഒരു മിനിറ്റ്, നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങിയല്ലേ വേണ്ട, കയറിക്കിടന്നേ നോക്കണം. ആകെ ഗെയിം കളിച്ച് മടുത്ത്. ഈ മഴയാണ്.
ഒന്ന് കേറി കിടന്ന് ഉറങ്ങണം. നോക്കിടാ എന്തുവാണോ ഒരു അലേർട്ട് ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ ഇതിനകത്തെടുത്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഇത് വാട്ടർ സോംബി മോഡ് വാട്ടർ എന്തൊക്കെയത്? എനിക്ക് അറിഞ്ഞൂടെ ഇത് എന്തുവാന്ന്. എന്തായാലും നമുക്ക് ഉറക്കം വന്നിട്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല. എനിക്ക് തെറ്റിയതായിരിക്കും സോംബി എന്നൊക്കെ. പിന്നെ എന്താടാ റെഡ് ആകാശമൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് കയറി കിടന്ന് ഉറങ്ങാം. എന്റെ പൊന്നേ, അയ്യോ എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ സോംബി എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ ഞാനൊരു പാവമാണേ. അയ്യോ ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. എന്തൊക്കെ ഞാനിപ്പോ കാണണേ. കാണിക്കുന്നു. ഇവരെന്ത് പറ്റിയത്? ഇവരെന്ത് പറ്റിയത്? നിയന്ത്രണം എന്റെ കൂട്ട ശബ്ദത്തിൽ ഞാനിപ്പോ നമുക്ക് നടക്കണേ കാണുമ്പോ ഇതെന്താണ് എന്നെ രക്ഷിക്കണേ. അയ്യോ എന്റെ ഗണ്ണുണ്ട്. തീരെടുത്തിട്ട് അവന് ഇത്തിരി പണി കൊടുക്കാം. അവൻ എന്നെ കടിക്കാറുണ്ട്. അത് ഞാൻ ഫ്രാങ്കിന്റെ ഫ്രണ്ടായിട്ട് വന്നപ്പോ ഒരു ക്രൂസ് ഗെയിമിന്റെ ഫ്രണ്ടായിട്ടുള്ള നിങ്ങൾ പഠിക്കാൻ പറയുന്നത് പിടിച്ചു. അയ്യോ അവനെ തീർത്തിട്ടുണ്ട്. ഇവൻ ബോധം പോയെന്നാ തോന്നുന്നു. നമുക്കിവിടെ ഇറങ്ങി പോയാലും അല്ല വേണ്ട. ഇതിപ്പോ എന്തൊരു ചെയ്യുന്നേ. ഇവളെന്നെ വെടിവെച്ചോണ്ടിരിക്കുന്നു. നോക്കിലെന്തോ പറ്റിയത്? എടാ നീ എന്റെ കൂട്ടുകാരനെ കൊല്ലുമല്ലോടാ. ഞാനിപ്പോ കാണിച്ചു തരാം. അയ്യോ എന്നെ സോമ്പൊന്ന് കടിക്കുന്നേ. ഞാൻ രക്ഷപ്പെട്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും ഞാൻ? അതുകൊണ്ട് അവളാണെങ്കിൽ എന്നെ കിട്ടിക്കൊണ്ടിരിക്കുക. നീ എന്നെ കടിക്കോട്ടെ. നീളെന്നെ വെടിവെച്ചോണ്ട് പിന്നെയും ഇരിക്കുന്നു. എന്റെ ബോധം പോയി. അവളെന്തേലൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്താന്ന് പറ. ഓക്കെ അവളൊന്നും പറയുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്തിരുന്നു ഇറങ്ങിപ്പോവാൻ. അല്ലോക്കാക്ക് ഇത് ഇപ്പൊ ഈ ലോക്കാണല്ലോ. ഇനി നരകത്തിൽ രക്ഷിക്കണേ. ലോക്കാക്കടാ ഓടിക്കോ. അതുകൊണ്ടല്ല അവന്റെ പുറകിന് വരുന്നേ. അയ്യോ ഈ ഡോർ ലോക്ക് ഓടിക്കോ. അവന്റെ ഒരു പാർട്ടി ഇവൻ കാരണം നമ്മളായിട്ട് തീരുമാനമാറായി. ഓടിക്കോ. ഓക്കെ കുറച്ചാടാ. അയ്യോ പറഞ്ഞിട്ടിരിക്കുന്നു. സോമിക്കുന്നു. അയ്യോ എന്നെ ചെയ്യല്ലേ. ഇനി വന്നത് എന്നെ രക്ഷിക്കാനോ ഓടി നിൽക്കിട്ട് സോമ്പികൾ എന്തൊക്കെ ഇത്ര സോമ്പി ഇവിടെ ഒരു കാര്യം നമുക്കൂടെ നോടാം. ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഒരു ഇതൊക്കെ ഇത്തിരി പൂന്തോട്ടമാണായിട്ട് നമുക്ക് നിറച്ച് പോകുമ്പോൾ നമുക്ക് പൂന്തോട്ടം നോക്കിയിട്ടൊന്നും സമയമില്ല. ഓഞ്ഞോ നമുക്ക് ഇതൊക്കെ ചാടി രക്ഷപ്പെടാം. ചാടി പോയി രക്ഷപ്പെടട്ടെ. വേറൊരു വണ്ടി ഇരിക്കുന്നു. ഒരു കാര്യം ഈ വണ്ടി നോക്കിച്ചെടുത്തോണ്ട് പോവാം. കൺട്രോളൊക്കെ മാറ്റി ഓണ് മാറിയിട്ട് സ്വാമിയിലെന്ന് പറയുമ്പോൾ സോമിത്തരം കാണിച്ചോണ്ടിരിക്കും. ചപ്പില്ലാത്ത കയറി എടാ രക്ഷിക്കേ. അയ്യോ നമ്മളെ നഗരത്തിൽ ശരിയായി. മാറാൻ നോക്കി. എന്നെ രക്ഷിക്കുന്ന ഒരു കാര്യം നമുക്കാണെങ്കിൽ കൊമ്പിന്റെ അവിടെയുള്ള ആ ഒരു സ്ഥലത്തെ മാളിൽ കയറി ഒളിച്ചിരിക്കുക. അവിടെ ആകുമ്പോൾ ഈ ഫോണിലൊന്നും വിളിക്കില്ലായിരുന്നു. രക്ഷിക്കണേ. പെട്ടെന്ന് പോകാൻ നമുക്ക്. അല്ലെങ്കിൽ നമ്മളിപ്പോ കേന്ദ്ര പണിയുണ്ട് ചത്തു. ഓക്കെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും അവനൊക്കെ എവിടെ പോയതായിരിക്കും. അവനെ കാണുന്നതും ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ പെട്രോൾ പമ്പില്. അയ്യോ ഇല്ലാതെ ഓടിക്കോ. ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നോ നല്ലത്. ഓന്നോ ഇനിയിപ്പോ എന്തൊരു നമ്മൾ ചെയ്യുന്നേ. ഓടിക്കോ. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ മാള്. ഞാൻ തെറ്റിച്ചാ കയറിയത്. ഒക്കെ ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇവിടെ പെട്ടെന്ന് കൂടെ ഇതിനകത്തോട്ട് കയറിയിട്ട് വിളിച്ചിരിക്കാം. അവന് എന്തെങ്കിലും ചെയ്യുന്നതെന്ന് പറഞ്ഞോളൂ. അവനെ വിളിക്കാനും സമയം കിട്ടിയില്ല. എന്തെങ്കിലും ഇപ്പൊ ചെയ്യുന്നേ. ഓക്കെ ഇവിടെ ഒളിച്ചിരിക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ക്രൗച്ച് ചെയ്താണ് ഇരിക്കുക. അതാ നല്ലത്. അവനെ വിളിക്കായിരിക്കും. ഞാൻ പ്ലെയിൻ ഓടിച്ചേ മടുക്കടാ. ഇതിപ്പോ എന്തടാ ചെയ്യുന്നേ? വേറെ നേരോട്ട് ഞാൻ പ്ലെയിൻ ഓടിച്ചോണ്ടിരിക്കുക. ഒരു മിനിറ്റ് എന്ത് സംഭവിച്ചു നമ്മുടെ സ്ഥലത്ത്? എടാ ഇവിടെയൊക്കെ എന്തുകൂടെ പറ്റിയത്? എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ വീട്ടിൽ ആക്കിയിട്ട് അവരോട് പറയാതെ വന്നതാണല്ല. എന്തോ പ്രശ്നം ചെയ്തു നമ്മുടെ സിറ്റി വന്നിട്ടുണ്ട്. സൂര്യൻ എന്തിനാണ് എന്നെ ഈ കടിക്കുന്നത്? സൂര്യൻ വണ്ടി മോട്ടിക്കാണ്. അത് മാറിയിട്ട് എല്ലാം മാറിയിട്ട് നോക്കി. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എന്തിനാ എന്നെ ഇടിക്കാൻ വരുന്നത്?
നോക്കിയിട്ടല്ലേ വന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു സോമ്പിയുടെ നമുക്ക് ഈ സീറ്റിലോട്ട് അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്തൊക്കെ അവൻ. ആ ഹലോ, എടാ നീ എവിടെടാ? എടാ നമുക്കിട്ട് പണിയിൽ നിന്നിട്ട് നീ എവിടെ പോയി കിടക്കുവായിരുന്നടാ? അവളാണെങ്കിൽ ഏതോ ഒരു തന്നെ പ്രേമിക്കുമെന്നും പറഞ്ഞോണ്ടിരിക്കും. അവനാണെങ്കിൽ റോബോട്ടിനെ തല്ലിയെന്നും പറഞ്ഞോണ്ട് അവളാണെങ്കിൽ എന്തൊക്കെ വട്ട് പിടിച്ച് നോക്കിയിരുന്നു. അവനാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുത്തുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സോംബി വൈറസ് ആണ് എല്ലാവർക്കും. സോംബി വൈറസ് കാരണം ഇവിടുത്തെ എല്ലാവരും സോംബി വൈറസ് പൊട്ടിയിരിക്കുക. നീയാണെങ്കിൽ നമ്മൾക്കിട്ട് പോയിട്ടോടെ വന്നാല് കുഴപ്പമില്ല. പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഓക്കെ, പെട്ടെന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ സോംബി അടിച്ച് ഒരു സയന്റിസ്റ്റ് എനിക്കറിയടാ. ഞാൻ സയന്റിസ്റ്റിനെ കാണാൻ പോവാ. രക്ഷപ്പെടാൻ നോക്ക്. ആന്റിയോട് തന്നെ കണ്ടുപിടിക്കും. കാര്യം മനസ്സിലായത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഏരിയ. ഇവിടെ ആണെങ്കിൽ പാർട്ടി ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഏതാണ്ടൊക്കെ സക്സസ് ആയിട്ടുള്ള പാർട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയാണ് പ്രൊഫസറുള്ളത്. ഞാൻ കാര്യം ഞാനീ പ്രൊഫസറിനോട് ഈ കാര്യം പറഞ്ഞിട്ട് വരാം. ഓക്കെ, പ്രൊഫസർ പറഞ്ഞിരിക്കുന്നത് ഇതാണ്ട് ഞാനാണെങ്കിൽ ഈ ഒരു മരുന്ന് എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഞാനിപ്പോൾ ഒരു മരുന്ന് എന്നോട് പോയി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമ്മളെ ഷോപ്പ് കുഴപ്പമില്ല. ഇത് ഒരു വട്ടം കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇത് പല വട്ടം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ബൈക്ക് മേടിക്കാം. ഓക്കെ, ഇവിടുന്ന് ഓക്കെ ഗൈസ്, ഇതാണ് ആൻറ്റി റോഡ്. ഇത് 1, 2, 3 ഇതൊക്കെ 3 മേടിച്ച് വെച്ചേക്കാം. ഒരു കാര്യം ചെയ്യും, നമുക്ക് അവനെയും കൂടെ വിളിച്ചു പറഞ്ഞാലോ? അല്ല വേണ്ട, അവനാണെങ്കിൽ ആ പേടിച്ചോടെ ഈ ബൈക്ക് കൂടെ പാർക്ക് ചെയ്തേക്കാം. ഇതൊരു സിറ്റിയുടെ മുകളിലോട്ടുള്ള വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് ഈ മരുന്ന് ഒഴിക്കാൻ തുടങ്ങാം. ഓക്കെ 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 ഓക്കേടാ. ഓഹോ, ഇതെന്താടാ ആകാശത്തിന്റെ കളറെല്ലാം മാറിയല്ലോ. ഇതെന്താ ഇവിടെ വന്നത്? ഓ, സോംബി വൈറസ് പോയെന്നാ തോന്നുന്നു. എനിക്ക് വന്നതെല്ലാം അവനാണ് തോന്നി ചെയ്തത്. എന്റെ മോനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ എവിടെയോ പോയിട്ടുണ്ടെന്നാ തോന്നുന്നു. എന്തായാലും അവളുടെ വട്ടിലൊന്നും ചെയ്തിട്ടില്ലെന്നാ തോന്നുന്നു. എനിക്ക് തോന്നുന്നത് അവനെ വിളിക്കണമല്ലോ. അവന് നമ്പർ തന്നെയില്ല. അതിപ്പോ ചെയ്യുന്നേ. കുഴപ്പമില്ല, നമുക്ക് ഇവിടോട്ടൊന്ന് നിൽക്കാം. അവനെന്തായാലും വീട്ടിലോട്ട് തന്നെ വരത്തുള്ളൂ, വേറെ ഇങ്ങോട്ടൊന്നും പോകത്തില്ല. എന്നെ ഇവിടെ കൂട്ടിയിട്ടേക്കോണല്ലോ. അങ്ങനെ നിൽക്കട്ടെ. എന്റെ പൊന്നെ എന്തൊക്കെയായിരുന്നു ആ മനുഷ്യനെ എട്ടങ്ങേറ് പിടിക്കാനായിട്ട് ഓരോ കാര്യങ്ങള്. എന്റെ പൊന്നെ, ഒരു മിനിറ്റ്, ഇതൊക്കെ ആരാ? എന്തായാലും ഏതാണ്ട് സംരക്ഷണം ചെയ്യാനൊക്കെ പറയുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ്. എന്നാൽ ഇവൻ എവിടെ പോയിട്ട് ഇപ്പോഴൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അപ്പൊ കുറച്ചു നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. നമുക്ക് എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവനെയും കാണുന്നില്ലല്ലോ. അവൻ്റെ ഇവിടെ പോയി. ആഹാ, നീ കാരണം നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. ടാങ്ക് വെരി വെരി താങ്ക് യു. പ്രൊഫസറിൻ്റെ അടുത്ത് പോയിട്ട് ഇതെല്ലാം പറഞ്ഞത്. അങ്ങനെ അങ്ങേരാണെങ്കിൽ ഒരു ഇത് പറഞ്ഞു തന്നു. അങ്ങനെ അയാളാണെങ്കിൽ എനിക്കൊരു ആൻറ്റിലോഡിൻ്റെ പേരും പറഞ്ഞു തന്നു. പിന്നെന്തെടുക്കാനാണ്, ഞാൻ കടയിൽ കയറി ചെന്ന് ആ ആൻറ്റിലോഡിനെ നോക്കിച്ചു. രസമുണ്ട്, പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ സോംബിവൈറസ് തോന്നില്ല. മതി, ഇനി ഇതേലത്തെ അപകടം വല്ലതും വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മളിനി എന്തൊടുക്കാനാ? നമ്മള് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്ത്. ഇനിയിപ്പോ നമ്മള് എന്തെങ്കിലും അപകടം വരുവാണെങ്കിൽ നമുക്ക് രക്ഷിക്കാല്ലേ. ഞാനില്ലടാ ഫുള്ള് ചെയ്തു. നീ എന്നോട് വിളിച്ചു പോലും പറഞ്ഞില്ല. എടാ ഇത്രയും സമയം പേടിച്ച് ഞാൻ വിറച്ചിരിക്കുമല്ലോ. ഞാനിപ്പോ എങ്ങനെ പറയാനാ? ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക്
പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇതുപോലത്തെ ഫൺ ആൻഡ് സൂപ്പർ വീഡിയോ വരണമെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് രണ്ടാമത്തെ തന്നെ എന്നാലും നിങ്ങളങ്ങ് ചെയ്തേര്. ഓക്കെ ബൈ.